അംഗൻവാടി നിർമ്മാണത്തിന് 5 സെന്റ് ഭൂമി സ്വന്തമായി വാങ്ങി നൽകിയ മാരാരിക്കുളം വടക്ക് കാട്ടിക്കോവിലകത്ത് കെ ആദിത്യവർമ്മയ്ക്ക് നാടിന്റെ സ്വീകരണം. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ 25-ാം നമ്പർ അംഗൻവാടിക്കാണ് സ്വന്തമായി സ്ഥലം വാങ്ങി നൽകിയത്. കാട്ടിക്കോവിലകത്ത് കെ ആദിത്യവർമ്മയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 5 സെന്റ് ഭൂമി അംഗൻവാടിക്ക് നൽകിയത്. കാട്ടിക്കോവിലകത്ത് കെ ആദിത്യവർമ്മയ്ക്ക് നാടിന്റെ സ്വീകരണം നൽകി. ഗണപതിക്കാട്ട് നടന്ന സ്വീകരണ സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഒരു ഇഞ്ച് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആക്രമണങ്ങളും നിരവധി അതിര് തർക്കങ്ങളും പോലീസ് കേസുകളും ഒക്കെ ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകർ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 5 സെന്റ് സ്ഥലം നിറമനസ്സോടെ ഒരു അംഗനവാടിക്ക് മേടിച്ചു തരിക എന്ന് പറയുന്നത് അദ്ദേഹവും കുടുംബവും കാണിച്ച അതിൽ കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ളത് കെട്ടിടമാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ അംഗനവാടികളുടെ ഒരു സ്ഥിതിവിവര കണക്കുകൾ ഈ ജില്ലയിൽ ഒട്ടാകെ നടത്തുകയുണ്ടായി. അതിൻ്റെ ഒരു പേര് കരുതാം കുരുന്നിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിനും അതിൻ്റെ കോപ്പി നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിലും സ്ഥലമുള്ള ഇടങ്ങളിൽ കെട്ടിടം വെച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. ഈ ജില്ലയിൽ 206 അംഗനവാടി കെട്ടിടം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് വെച്ചുകൊടുത്ത സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ല ആലപ്പുഴ ജില്ലയാണ്. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഭായി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം സീമാ ദിലീപ് ആദിത്യവർമ്മയെ ഉപഹാരം നൽകി ആദരിച്ചു. കെ കുമാരൻ, പേനാൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ, മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത, പഞ്ചായത്ത് അംഗം എൻ ശൈലജ, ICDS ഓഫീസർ പ്രവിത പീറ്റർ, CPM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ബി സലീം, CPI മാരാരിക്കുളം മണ്ഡലം സെക്രട്ടറി ആർ ജയസിംഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. സി ഓമനക്കുട്ടൻ സ്വാഗതവും എസ് സജീഷ് നന്ദിയും പറഞ്ഞു. ഇങ്ങനൊരു സ്ഥലം ഇല്ല എന്ന് ബാബു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് തോന്നി. പക്ഷേ ഇപ്പോൾ സ്ഥലം റെഡിയായി കൊടുത്തു കഴിഞ്ഞു. 3 സെൻറ്റ് മതി എന്നാണ് ബാബു പറഞ്ഞത്. പക്ഷേ ഞാനത് 5 ആക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കൊച്ചു കുട്ടികളാണ്, അവർ മണ്ണിൽ കളിച്ച് വളരേണ്ടവരാണ്. അല്ലാതെ അത് മുഴുവൻ ഒരു കെട്ടിടം വെച്ച് അതിൽ കിടന്നിങ്ങനെ ഒരു ജയിലിലടച്ച പോലെ കിടക്കരുത്. 2 സെൻറ്റെങ്കിൽ 2 സെൻറ്റ് അതിൽ ഒന്ന് ഓടിക്കളിക്കാനോ വഴക്കോടിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കുട്ടികൾക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തണം എന്നുള്ള രീതിയിലാണ് ഞാൻ 5 ആക്കിയത്.